ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിക്കാരുടെ എല്ലാമായ പെരുമാളായ മല്ലീശ്വരനെ കാണാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞാൻ ആനമൂളി ചെക്ക് പോസ്റ്റൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ നല്ല നമ്മുടെ കേരള സർക്കാരിൻ്റെ KSRTC ബസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏകദേശം ഉൾവനത്തിലൂടെ ഒരു 45 മിനിറ്റോളം യാത്രയുണ്ട്. കൂടുതൽ ഹെയർ പിന്നുകളൊക്കെ ഉണ്ട്. ഏകദേശം 10-12ഓളം ഹെയർ പിൻസ് എല്ലാം കയറാനുണ്ട് കേട്ടോ നമുക്ക് പോകാൻ. അപ്പോൾ കാടിനോടുള്ള യാത്ര ആയതുകൊണ്ട് നമുക്ക് മനസ്സിന് വല്ലാത്ത അനുഭൂതി തരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ലൈഫിൽ നിന്നെല്ലാം മാറി നമ്മളെല്ലാം നൂലാമാലകളും നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുള്ള യാത്ര ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു അനുഭൂതി തന്നെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ മരങ്ങളൊക്കെ കടപുഴുകി വീണിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഭീതിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനസ്സിന് കുളിർമ തരുന്ന നല്ല വള്ളിപ്പടർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റി തിരഞ്ഞെടുത്ത നല്ലൊരു ഭാഗം തന്നെയായിരുന്നു ശരിക്കും അട്ടപ്പാടി റോഡിൽ പോകുന്ന റോഡിലെ കാഴ്ചകളൊക്കെ. കാട്ടിലൂടെ നമ്മൾ എങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര അവിസ്മരണീയമായിരിക്കും. പല കാഴ്ചകളായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും നമ്മുടെ കാട്ടിലോട്ട് അവരെ വെൽക്കം ചെയ്യുന്ന പോലെ ഒരു ശബ്ദം കിട്ടെ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു മലമുഴുക്കി വേഴാമ്പലായിരുന്നു കേട്ടോ. ആശാന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ ഒന്ന് ഫ്രെയിം തന്നിട്ട് കൂടുതൽ നേരം അവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ അവർ അധീനതയിലേക്ക് കടന്നു കയറിയ അതിഥികളാണ് നമ്മൾ. അപ്പോൾ അവരധികം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയിട്ടു. പോകുന്ന വഴിക്ക് എല്ലാതും വള്ളിപ്പറപ്പുകളും ഇതുപോലെ പച്ചപ്പും ഹരിതാപവും കൂടുതൽ ഹെയർ പിൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഹെയർ പിന്നുകൾ കയറുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭീതിപ്പെടുത്തുന്നുണ്ടായിരുന്നു. നേരത്തെ കണ്ട മലയുടെ ഏകദേശം അടുത്തോട്ട് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഈ മലയെല്ലാം കടന്നു വേണം നമുക്കിനി അട്ടപ്പാടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ടോ. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര വീണ്ടും ആരംഭിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് എല്ലാം നിബിഡമായ വനങ്ങളായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റുണ്ടായിരുന്നു. ഞാൻ ഈ നവംബർ മാസത്തിലായി പോയത് കാരണം കൊണ്ട് നല്ല തണുപ്പും കൂടി ഉണ്ടായിരുന്നു. ഈ തണുപ്പിൻ്റെ ഇടയിലൂടെ സൂര്യൻ്റെ ചൂടും കൂടി തട്ടുന്ന സമയത്ത് നല്ലൊരു അനുഭൂതി തന്നെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ വളവുകൾ കയറി പോകുമ്പോഴും ഓരോരോ അവിസ്മരണീയമായ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളായിരുന്നു കേട്ടോ. കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ റോഡ് പണിക്ക് വേണ്ടി പൊട്ടിച്ചതായിരിക്കും എന്ന നിഗമനത്തിൽ നമുക്ക് താൽക്കാലികം എത്താം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു നീര് ഉറവയൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ആ പാറയിലൂടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പുല്ലൊക്കെ കാണാൻ നല്ല ഭംഗി. അതുപോലെ തന്നെ ഒരു നീലപ്പൂ കണ്ട് ഞാൻ പെട്ടെന്ന് നീലക്കുറിഞ്ഞാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഈ കാണുന്ന ചെടിയിൽ ഇതിനെ പന്നിമുള്ളെന്ന് പറയും കേട്ടോ. ഇതിനൊക്കെ കുറേ കാലമായി കണ്ടിട്ട് ഇപ്പോഴാണ് ഇവിടെ വരുമ്പോഴാണ് കാണാൻ പറ്റിയത്. ഇതാണ് ഇതൊരു നാരിച്ചെടിയിൽ നിന്നാണ് ഒരു മങ്കിക്കുട്ടൻ അവൻ്റെ ഫുഡ് കഴിക്കാനുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവർ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ ശിക്ഷാർക്കമായ നാച്ചുറലായിട്ടുള്ള ഭക്ഷണം തന്നെ അവർ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ പോകുന്നവരൊന്നും നമ്മളെ ആർട്ടിഫിഷ്യൽ ഫുഡൊന്നും ഇട്ട് കൊടുക്കാതെ അവരെ രുചി അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അവർക്ക് വേണ്ട ഭക്ഷണം അവർ തന്നെ കഴിക്കും. അവിടെ നിന്ന് പിന്നിട്ട് വീണ്ടും ഞാൻ യാത്ര തുടങ്ങി കേട്ടോ. മുഴുവനും കാട് തന്നെ ആയത് കാരണം ഇനി ഏകദേശം നമ്മൾ മുന്നോട്ട് പോയിക്കുമ്പോൾ നമുക്ക് ഏകദേശം 10ാം വളവിലോട്ട് എത്താൻ സമയമായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ മുഴുവനും ശരിക്കും പറഞ്ഞാൽ കാടും ഒക്കെയാണല്ലോ നമ്മുടെ മനസ്സിലും. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കാടുകളായിരുന്നു കേട്ടോ. യാത്ര ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു ഭാഗം തന്നെയാണ് ശരിക്കും ഫോറസ്റ്റിലൂടെയുള്ള യാത്ര കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലൂടെ കിളികളുടെ ശബ്ദം ഇതുപോലെ ചെറിയ നീരുറവകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ശബ്ദം നമ്മളെ മനസ്സിന് വല്ലാത്ത എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നത് നല്ലൊരു ഭാഗമായിരുന്നു. കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് ഓപ്പൺ ആയൊരു സ്ഥലം കണ്ടിട്ടോ. അതിൻ്റെ താഴോട്ട് സുരക്ഷാ വേദികളൊക്കെ നമ്മൾ വനപാലകർ വെച്ചിട്ടുണ്ടായിരുന്നു. വനപാലകർ തരുന്ന എന്താ പറയുക സുരക്ഷാ നിയമങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ പാലിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്രയാണ്. അവിടെ ധാരാളം അനിമൽസുകളൊക്കെ ഉള്ളത് കാരണം കൊണ്ടാണ്. അപ്പോൾ അവർ തരുന്ന നിർദ്ദേശങ്ങൾ കർശനമായിട്ട് നമ്മൾ പാലിക്കണം കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ പോയി 10ാം വളവ് എത്തിയിട്ട് അട്ടപ്പാടിയിലേക്ക് പോകുമ്പോഴേ നമ്മുടെ ഹെയർ പിൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഭാഗത്തിനാണ് നമ്മൾ 10ാം വളവ് എന്ന് പറയുന്നത്. ആ വളവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്ന മലയൊക്കെ പൂഞ്ചോല മല എന്നൊക്കെ പറയും. അതിൻ്റെ അപ്പുറത്ത് കുറേ മലകളുണ്ട്. എനിക്ക് പേരറിയാത്ത കുറേ മലകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഞാൻ അവിടെ കുറേ നേരം എൻ്റെ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന സമയത്ത് നമ്മുടെ കേരള സർക്കാരിൻ്റെ രാജാവായ KSRTC ഒരു കൂസലുമില്ല. നല്ല എക്സ്പീരിയൻസ് ആയ ഡ്രൈവർ കൂളായിട്ട് ഓടിച്ച് ഇങ്ങനെ വളവൊക്കെ ഹെയർപിന് കയറി പോകണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുമ്പോൾ. ഇവരൊക്കെ എന്ന് സ്ഥിരമായിട്ട് ഇതിലൂടെ ഓടിക്കുന്ന കാരണം കൊണ്ട് ഇവർക്ക് ഓരോ ബസ്സിൻ്റെ പൾസ് അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഡ്രൈവൊക്കെ ചെയ്ത് അവിടെ അങ്ങ് ദൂരെ കാട്ടിലൂടെ ഒക്കെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. 10ാം വളവിൽ എത്തുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ നിറയെ കുരങ്ങൻകൂട്ടന്മാരുണ്ട്. ഇവന്മാർ കുറച്ച് അലമ്പാണ്. അലമ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചെന്ന് വെച്ചാൽ അത് തട്ടിപ്പറിച്ച് ഓടുക, പിന്നെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉപദ്രവിക്കാൻ വരിക, അത്രയ്ക്ക് ചെറിയ ഒരു കാര്യങ്ങളാട്ടോ ഇവർ. അങ്ങനെ ഇവിടുത്തെ ഐസ്ക്രീം ചേട്ടന്മാർ എന്നാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം വാങ്ങുമ്പോൾ കൂടെ ഒരു വടിയും തരും കേട്ടോ. നമുക്ക് നമ്മൾ ഐസ്ക്രീം തട്ടിപ്പറിക്കാൻ വരുമ്പോഴേ അവരത് തല്ലാൻ വേണ്ടിയിട്ടുള്ള വടിയാണ് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾക്ക് അവിടെ നിന്ന് സമയം പോയതുപോലും അറിഞ്ഞില്ല കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാൻ സമയമായിട്ട് ഇനി നമ്മൾ ഏകദേശം കിടക്കാൻ പോകുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
അഗളി ഗ്രാമപഞ്ചായത്തിലോട്ട്. അതായത് ഇത്ര നേരം നമ്മൾ നിന്നിട്ട് ആനമൂലി പഞ്ചായത്താണ്, ഇനി നമുക്ക് അഗളി ഗ്രാമപഞ്ചായത്തിലോട്ടുള്ള യാത്ര തുടങ്ങണം കേട്ടോ. അങ്ങനെ അഗളി പഞ്ചായത്തിന് ബോർഡൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അടിപൊളിയായിട്ട് നല്ലൊരു നീർച്ചോല കണ്ട്. അതായത് കുഞ്ഞിനരികിൽ നിന്ന് ഊർഞ്ഞ വെള്ളി കുഞ്ഞരഞ്ഞാണ് കിഴിഞ്ഞ പോലെ കവികളൊക്കെ പാടുന്ന പോലെ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് ഊർന്ന് വീഴുന്നൊരു വെള്ളിയരഞ്ഞാണം പോലെ ചെറിയൊരു നീർച്ചോലയൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ സുരക്ഷാ വേലികളൊക്കെ നമ്മുടെ വനപാലകർ വെച്ചിട്ടുണ്ട്. കാരണം താഴെ അത്രയ്ക്കും വലിയ കൊക്ക പോലത്തെ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ സുരക്ഷാ വേലികൾ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സ്ലോ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ വല്ല അനിമൽസൊക്കെ ഉണ്ടാവുമെന്നില്ല പേടി കാരണം കൊണ്ട് നമ്മൾ കുറച്ച് പതിയും അധികം ഹോണൊക്കെ അടിക്കാതെയൊക്കെ പോകുന്നുള്ളത്. ഇനി ഈ കാണുന്ന ഭാഗം തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻറ്റ് വാലിയുടെ ഭാഗം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വലിയ മരങ്ങളൊക്കെ ആണ്, ഇതൊക്കെ സൈലൻറ്റ് വാലി കാടിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഭയങ്കര ഇടതൂർന്ന് നിബിഡമായ വനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈലൻറ്റ് വാലിയിലോട്ട് പോകുന്നില്ല കേട്ടോ. സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിവീടുകളില്ലാത്ത കാരണം കൊണ്ടാണ് സൈലൻറ്റ് വാലിക്ക് സൈലൻറ്റ് വാലി എന്ന പേര് വന്നത്. മറ്റ് കാടുകളിലൊക്കെ ചിവീടിൻ്റെ ശബ്ദം ഉണ്ടാവും, ഇവിടെ ചിവീടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. സൈലൻറ്റ് വാലിയിൽ ഇപ്പോഴും ശരിക്കും മനുഷ്യരെത്തിപ്പെടാത്ത കാടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സൂര്യരശ്മികൾ നിലത്ത് പതിക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും വലിയ കാടാണ് ശരിക്കും സൈലൻറ്റ് വാലി കാട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇടയിലൂടെ നമ്മുടെ KSRTC ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നു. മണ്ണാർക്കാട് നിന്ന് അരമണിക്കൂർ വെച്ചിട്ട് അട്ടപ്പാടിയിലോട്ട് ബസ്സുണ്ട് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ മന്ദം പൊട്ടി നിലപ്പതി പാലത്തെത്തിട്ടോ. ഇവിടെ ചെറിയൊരു കാട്ടരുവി ഉണ്ട്. ഈ കാട്ടരുവി വെച്ചാൽ അനിമൽസൊക്കെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാനോ വണ്ടി നിർത്താനൊന്നും പെർമിഷൻ ഇല്ല. കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉൾവനത്തിലൊക്കെ മഴ പെയ്യുന്നതും വെള്ളം വരുന്നതും നമ്മൾ അറിയില്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടം സംഭവിക്കാൻ പറ്റുന്ന കാരണം കൊണ്ടായിരിക്കും വനപാലകർ അവിടെ ഇറങ്ങാനും നമ്മളെ ആക്കാത്തത് കേട്ടോ. അതുപോലെ തന്നെ പോകുന്ന വഴിക്കണം വലിയൊരു അമ്പരച്ചുമ്പി വലിയൊരു മരത്തിനെ കാണാൻ പറ്റിയിട്ടോ. വള്ളിപ്പടവുകളൊക്കെ കൂടിയിട്ട് വീണ്ടും അവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഞാനും വിനീതും യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്ന ഇടയ്ക്കൊക്കെ ഈ നവംബർ മാസത്തിലേക്കാണ് പോകുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. യാത്രകൾ നമുക്ക് എപ്പോഴും മനസ്സിന് വല്ലാത്ത അനുഭൂതി തോന്നുന്നു. ആ കൂട്ടത്തിൽ തന്നെ നല്ല തണുപ്പും കൂടി ഉണ്ടാവുന്നത് ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മുടെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ച് നമ്മൾ കാട്ടിലൂടെയുള്ള യാത്രയിൽ, അതായത് അനിമൽസിൻ്റെയും ഈ മരങ്ങളുടെയും പക്ഷികളുടെയും ഇടയിലൂടെയുള്ള യാത്രകൾ വല്ലാത്തൊരു അനുഭൂതി തന്നെ കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് എത്ര യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മതി വരാത്തൊരു യാത്ര തന്നെയാണ് കാട്ടിലൂടെയുള്ള യാത്ര. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ യാത്രയിൽ ചൂസ് ചെയ്യാൻ പരമാവധി നോക്കുന്നത് ഞാൻ ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര. കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മുക്കാലിക്ക് ഏകദേശം അടുത്തെത്താറായി സൂചന കണ്ടുകൊണ്ട് അവിടെ ചെറിയൊരു കടയുണ്ടായിരുന്നു. ചെറിയൊരു കടയാണ്, ഏകദേശം ഒരു ചായ ഓംപ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കടയായിരുന്നു കേട്ടോ. എന്തായാലും ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ, ഇനി ഇവിടുന്ന് ഒരു ചായയും കൂടിയും കുടിച്ചിട്ടും യാത്രയാവാൻ വെച്ചേ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ എൻ്റെ കാലിനകത്ത് ചെറിയൊരു കിരികിരിപ്പ് നോക്കിയപ്പോൾ എന്താണെന്ന് പറഞ്ഞു ഒരു അട്ടയായിരുന്നു. അപ്പോൾ ഞാനൊരു കമ്പ് എടുത്തിട്ട് ഈ അട്ടേനെ തട്ടാൻ വേണ്ടി നിന്ന സമയത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞു അങ്ങനെ തട്ടി കഴിഞ്ഞാൽ അത് പോവില്ല, അതിൻ്റെ പല്ല് നിങ്ങളുടെ കാലിൽ തന്നെ ഇരിക്കും, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ പഴുക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. പിന്നെ ചേച്ചി ഇച്ചിരി ഉപ്പ് കൊണ്ടുവന്ന് അട്ടയുടെ ദേഹത്ത് ഇട്ടു. അപ്പോൾ ആ അട്ട ഓടിപ്പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം ജനവാസ മേഖലയിൽ എത്തി തുടങ്ങി. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് മുക്കാലി എന്ന് പറഞ്ഞ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാലാണ് കേട്ടോ സൈലൻറ്റ് വാലി. ഈ ഭാഗം അത്യാവശ്യം ഒരു ടൗൺ ആണ്, കാരണം വെച്ചാൽ ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ അട്ടപ്പാടി നിവാസികൾ, അതായത് മുക്കാലിയിലെ നിവാസികളൊക്കെ ഇവിടെ വന്നിട്ടാണ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ. കുറേ ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പിന്നിട്ടിട്ട് വീണ്ടും മുന്നോട്ട് യാത്രയായിട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് കണ്ണിന് കുളിർമേകുന്ന ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു. ഇത്ര നേരം കണ്ട കാടാണെങ്കിൽ പിന്നെ കാണുന്ന ഫുള്ള് കൃഷിയിടങ്ങളും കന്നുകാലികളൊക്കെ ആയിരുന്നു. അത് നല്ലൊരു അവിസ്മരണീയമായ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ കുറേ നേരം നമ്മൾ കാട്ടിലൂടെ വന്നിട്ട് പിന്നെ കൃഷിയിടങ്ങളും ഇതുപോലെ കന്നുകാലികളൊക്കെ കാണുമ്പോഴേ അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേ അങ്ങനെ നമ്മൾ അട്ടപ്പാടി ചെമ്മണ്ണൂരെത്തിയ. അങ്ങനെ ഈ ചെമ്മണ്ണൂർ ഭാഗത്താണ് അട്ടപ്പാടിക്കാരുടെ എല്ലാമായ പെരുമാളായ മല്ലീശ്വരൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്ന അട്ടപ്പാടി ചെമ്മണ്ണൂരാണ്. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ ഒരു അമ്മയെ കുറേ പൂക്കളും തേങ്ങയൊക്കെ പാടെ വെക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അമ്മയോട് കുറച്ച് നേരം സംസാരിച്ച് അമ്പലത്തിലെ വിശേഷങ്ങളും അമ്പലത്തിലെ കഥകളൊക്കെ അമ്മ പറഞ്ഞു കേട്ടോ. അത് അട്ടപ്പാടിക്കാരുടെ വിശ്വാസമായ ഓരോ കഥകളൊക്കെ ഉണ്ട്, അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. ആ കഥകളൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നൊരു തേങ്ങയും വാങ്ങിച്ച് ഞാൻ നേരെ അമ്പലത്തിലോട്ട് യാത്രയായി. എനിക്ക് അമ്പലത്തിനകത്തോട്ട് കയറുമ്പോഴൊക്കെ അമ്മ പറഞ്ഞ കഥകൾ മാത്രമേ കേട്ടോ എൻ്റെ ഉള്ളിൽ. അങ്ങനെ അട്ടപ്പാടിക്കാരുമാരുടെ എല്ലാമായ പെരുമാളിനെ ഞാനും ഒന്ന് കണ്ടു വണങ്ങിട്ടോ. എനിക്കിങ്ങനെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട്. ഞാനും പെരുമാളിനോടെല്ലാം പറഞ്ഞും അട്ടപ്പാടിക്കാർക്ക് കാവൽ നിൽക്കുന്ന പോലെ തന്നെ എല്ലാ ആളുകൾക്കും കാവലുണ്ടായിരിക്കണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു. ഈ അട്ടപ്പാടി മല്ലീശ്വരം കോവിലില്ലേ, ഇത് ശരിക്കും പറഞ്ഞെന്ന് വെച്ചാൽ ഗോത്ര വിഭാഗങ്ങളുടെ അമ്പലമാണ് കേട്ടോ. ഇവരുടെ ഒരു വിശ്വാസം എന്നു വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ ഈ മല്ലീശ്വരൻ എന്ന് പറയുന്നത് മല്ലി ശ്രീ പാർവതിയായും മല്ലൻ ശിവനുമായിട്ടാണ് ഇവിടുത്തെ വിശ്വാസം.
അമ്പലത്തിലൊരു ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടു. ആ ചേട്ടനെ എനിക്കൊരു കഥ പറഞ്ഞു തന്നു. അതായത് ഇവരുടെ വിശ്വാസമായ കഥയാണ് പറഞ്ഞു തന്നത്. മല്ലനും മല്ലിയും 2 ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം മല്ലൻ വനത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തെ നമ്മളെ മല്ലിയെ കണ്ടുമുട്ടുകയും അവർ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ 2 ആളും പ്രണയത്തിലായി. അങ്ങനെ പ്രണയത്തിലായതിനു ശേഷം ഇവരില്ല കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് മല്ലിയുടെ ഗോത്രത്തിൽ ചെന്നിട്ട് പെണ്ണന്വേഷിക്കുകയും ചെയ്തു. പെണ്ണന്വേഷിക്കുമ്പോൾ 2 വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങളായതുകൊണ്ട് ഇവർ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. വീണ്ടും മല്ലൻ പോയിട്ട് കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു തവണ ഇതുപോലെ നിർബന്ധിച്ച സമയത്ത് മല്ലിയുടെ ഗോത്രത്തിൽപ്പെട്ട ഗോത്രമൂപ്പൻ പറഞ്ഞു, നീ ഒരു ദിവസം രാത്രി വാഴ വെക്കൂ, പിറ്റേ ദിവസം ആ വാഴ പഴുത്തിട്ട് അതിൻ്റെ വാഴ പഴം കൊണ്ട് വന്നാൽ നിനക്ക് മല്ലിയെ കല്യാണം കഴിച്ചു തരാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പരമശിവൻ അതായത് മല്യൻ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ പഴുപ്പിച്ച പഴം കൊണ്ട് ഗോത്രമൂപ്പൻ്റെ മുമ്പിൽ ചെല്ലുകയും ചെയ്തു. എന്നാൽ ഗോത്രമൂപ്പൻ മല്ലിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തു. ഇതിൻ്റെ വിഷമത്താൽ നമ്മുടെ മല്ലി മലമുകളിലോട്ട് ഓടിപ്പോവുകയും ഈ സമയം തന്നെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അവിടെ ഉണ്ടായി. അതായത് ഉരുളുപൊട്ടൽ മുഖേന അങ്ങനെ മല്ലിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ മരണമടയുകയും ഒക്കെ ചെയ്തു കേട്ടോ. ആ മല്ലിയെ കല്യാണം കഴിക്കാൻ പറ്റാത്ത വിഷമത്താൽ നമ്മുടെ മല്ലൻ അതായത് പരമശിവനിൽ ഭവാനി പുഴയുടെ തീരത്ത് തപസ്സിരുന്നു. പിന്നീട് ഇതൊരു മലയാവുകയും ചെയ്തു. ഈ മലയാണ് കേട്ടോ ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങളൊക്കെ മല്ലീശ്വരനായിട്ട് വിശ്വസിക്കപ്പെടുന്നതും കണക്കാക്കപ്പെടുന്നതും ഒക്കെ കേട്ടോ. ഇങ്ങനെയാണ് ഇവരുടെ വിശ്വാസം എന്നാണ് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഈ മല്ലീശ്വരൻ്റെ ജടയിലാണ് ഇവർ ശിവരാത്രിയുടെ അന്ന് കൊണ്ടിട്ട് ജ്യോതി തെളിയിക്കുന്നത്. അതിന് നല്ലൊരു ചടങ്ങാണ് കേട്ടോ ഇവരുടെ ജ്യോതി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു പ്രത്യേക വിഭാഗങ്ങൾ മാത്രമാണ്. അതായത് മലപൂജാരിമാർ പോയിട്ടാണ് കേട്ടോ ഈ മല്ലീശ്വരൻ്റെ ജടയിൽ കൊണ്ട് ജ്യോതി തെളിയിക്കുന്നത്. കഠിനമായ 40 ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ടാണ്. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു ചടങ്ങാണ് ഈ ശിവരാത്രിയുടെ അന്ന് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അമ്പലത്തിൽ അതായത് മല്ലീശ്വരം കോവിലിൽ വന്നിട്ട് വിത്ത് എറിയുക എന്നുള്ളൊരു ചടങ്ങാണ്. അതായത് അട്ടപ്പാടി ഒരു കാർഷിക ഗ്രാമമാണല്ലോ. ഈ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ എല്ലാവരും കൃഷി ഇറക്കുന്നതിന് ഒരു പിടി വിത്ത് വർഷത്തിൽ മാറ്റി വെക്കും മല്ലീശ്വരന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ശിവരാത്രിയുടെ അന്ന് വന്നിട്ട് മല്ലീശ്വരം കോവിലിൻ്റെ മുകളിലോട്ട് എറിയും. അങ്ങനെ താഴെ വീഴുന്ന വിത്തുകൾ പെറുക്കിയെടുക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. പിറ്റേ വർഷം ഈ പെറുക്കിയെടുത്ത വിത്തിൽ കൃഷി ഇറക്കുമ്പോൾ ആ വിത്തും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ കൃഷി ഇറക്കുക കേട്ടോ. അങ്ങനെ കൃഷി ഇറക്കുന്ന കൃഷി ധാരാളം വിളവ് ലഭിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. അത് മല്ലീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. മല്ലീശ്വരൻ്റെ അനുഗ്രഹം പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളും കൂടിയാണ് കേട്ടോ ഭവാനി. അതായത് ഭവാനിപ്പുഴ. ഭവാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ ഒരു രാജപദവിയൊക്കെ അലങ്കരിക്കുന്ന ഒരു റാണിയെ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഭവാനിപ്പുഴ ശരിക്കും പറഞ്ഞാൽ അട്ടപ്പാടിക്കാരുടെ ഒരു വികാരമാണ്. അവരുടെ അമ്മ കൂടിയാണ്. അതായത് അട്ടപ്പാടിക്കാർക്ക് ദാഹജലം കൊടുക്കുന്നതും അവരുടെ കൃഷിയിടങ്ങൾ ഇത്ര സമൃദ്ധി അതിനും ഒക്കെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഭവാനിപ്പുഴ. ഭവാനി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി തരുന്ന നല്ലൊരു അവസ്മരണീയമായ കാഴ്ച കൂടി തന്നെയാണോ. ഭവാനിയുടെ മടുത്തട്ടിൽ ഇങ്ങനെ ഇരുന്ന് മല്ലീശ്വരൻ നോക്കി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് വരെ നിറഞ്ഞു പോയിട്ടോ. എന്താണെന്നറിയില്ല. കാരണം വെച്ചാൽ മല്ലീശ്വരൻ അട്ടപ്പാടിക്കാർക്ക് ഒരു കാവൽക്കാരനാണെങ്കിൽ ഏകദേശം അതേ പദവി തന്നെയാണ് നമ്മുടെ ഭവാനിപ്പുഴയും അട്ടപ്പാടിക്കാർക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. തന്നാൽ കഴിയുന്ന വിധം തൻ്റെ പ്രജകൾക്ക് വേണ്ടി ദാനം നൽകുന്നൊരു നദി കൂടിയുണ്ട് നമ്മുടെ ഭവാനി. ഭവാനിയെക്കുറിച്ചിട്ട് എത്രത്തോളം വർണ്ണിച്ചാലും അത്രയും മതി വരില്ല കേട്ടോ. ഏതോ ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ചിട്ട് നമ്മുടെ മല്ലീശ്വരൻ്റെയും മല്ലിയുടെയും നഷ്ടപ്രണയത്തെക്കുറിച്ചിട്ടൊക്കെ ഞാൻ നമ്മുടെ ഭവാനിയുടെ മടുത്തട്ടിൽ നിന്ന് കുറേ ഓർത്തു പോയി കേട്ടോ. ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഭവാനിയുടെ മടുത്തട്ടിലോട്ടൊന്നും ഇറങ്ങിച്ചെല്ലാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ യാത്രാക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടി ഭവാനിയുടെ മടുത്തട്ടിലോട്ട് ഇറങ്ങിച്ചെന്നു. കയ്യിൽ ഒരു കുമ്പിൾ വെള്ളം എടുത്തിട്ട് മുഖമൊക്കെ നല്ല പോലെ ഒന്ന് കഴുകിയപ്പോൾ തന്നെ എൻ്റെ യാത്രാക്ഷീണമൊക്കെ ഏകദേശം എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭവാനിയിലെ വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ യാത്രകളൊന്ന് ഭവാനിയിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറ്റി വെച്ച് ഞാൻ ഇനി നഷ്ടപ്രണയത്തെ ഓർത്ത് ഞാൻ വീണ്ടും മല്ലീശ്വരനിലോട്ടൊന്ന് എഴുതി ചെന്നു കേട്ടോ. എന്തോ എനിക്ക് മല്ലീശ്വരനെ കാണുമ്പോൾ നടക്കാതെ പോയ ആ പ്രണയത്തെക്കുറിച്ചിട്ടും എന്തോ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. യാത്രകളൊന്നും അവസാനിപ്പിക്കുന്നില്ല. ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭൂതിയായിരിക്കും. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.